വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം കേരളം വേദനയോടെ കേട്ട നിഷ്ഠുരമായ കൊലകളിലൊന്നായിരുന്നു. നാടുനടുങ്ങിയ കൊലപാതകത്തിൽ വിവിധ സ്റ്റേഷനുകളിലെ SHOമാരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പൂർത്തിയാക്കി 1ഉം 2ഉം ഘട്ടത്തിലുള്ള കുറ്റപത്രം കോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നു. 9ാം ക്ലാസ്സുകാരനായ അഫ്സാനെയും പെൺസുഹൃത്തായ ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് 3ാമത്തെ കുറ്റപത്രം നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 1ൽ സമർപ്പിച്ചിരിക്കുന്നത്. 130 സാക്ഷികൾ, 170 തൊണ്ടിമുതലുകൾ എന്നിവ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വലിയ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് കടുത്ത നിരാശയും അഫാൻ നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ജീവനെടുക്കാനുള്ള സാധ്യതയെപ്പറ്റി അഫാൻ ആലോചിച്ചിരുന്നു. സഹോദരൻ അഫ്സാനെയും അഫാന്റെ മാതാവ് ഷെമിയെയും കൊലപ്പെടുത്തി ജീവനെടുക്കാനായിരുന്നു ശ്രമമെന്നുള്ള സുപ്രധാനമായ കാര്യവും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പെൺസുഹൃത്തായ ഫർസാനയോട് പ്രതിക്ക് വൈരാഗ്യമുണ്ടായിരുന്നു. പ്രതി സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഫർസാനയോട് സ്വർണം പണയം വയ്ക്കാനായി ചോദിച്ചിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം സ്വർണം തിരികെ നൽകണമെന്ന് അഫാനോട് ഫർസാന നിരന്തരം ആവശ്യപ്പെട്ടു. ഇത് വൈരാഗ്യത്തിലേക്ക് എത്തിയെന്നും കൊലപാതകത്തിലേക്ക് നയിച്ചതായും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 3ാമത്തെ കുറ്റപത്രം സമർപ്പിച്ചതോടെ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കുറ്റപത്രവും കോടതിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അതേസമയം കൊലപാതക പരമ്പരയിൽ പ്രധാനപ്പെട്ട കേസായി അന്വേഷണ സംഘം കണ്ടതും ഈ കേസായിരുന്നു. കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കേസിന്റെ വിചാരണ നടപടികളിലേക്കുള്ള കാത്തിരിപ്പാണ് ഇനി നീളുന്നത്. ജയിലിൽ ജീവനൊടുക്കാൻ ശ്രമം നടത്തിയ അഫാൻ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നേരത്തെ അഫാന്റെ പിതൃമാതാവായ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസും പിതൃസഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസും കോടതിയിൽ കുറ്റപത്രം നൽകിയിരുന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.